a failure. ഹേ ഡിയർ OP ഫാൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ പീസിലെ ടോപ്പ് 10 പവർഫുൾ മറൈൻസിന്റെ റാങ്കിംഗ് ലിസ്റ്റ് ആണ്. ആക്ച്വലി നമ്മൾ വൺ പീസിലെ ഫേമസ് ആയ ഫിഗേഴ്സിനെ കുറിച്ചെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓൾസോ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് മറൈൻസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ പല വീഡിയോസിലായി മറൈൻസിന്റെ പവേഴ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബട്ട് അവർക്ക് വേണ്ടി തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയാം. അപ്പോൾ ടോപ്പ് 10 പവർഫുൾ മറൈൻസ് എന്നുള്ള ലിസ്റ്റിലോട്ട് പോകുന്നതിന് മുൻപായി ആരാണ്, എന്താണ്, എന്തിനാണ് മറൈൻസ് ആൻഡ് അവരുടെ വൺ പീസ് വേൾഡിലെ പവർ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അവരുടെ ഐഡിയോളിസം, ഏതൊക്കെ തരത്തിലുള്ള മറൈൻസ് ഉണ്ട്, അവരെ എത്ര വിഭാഗമായി തിരിച്ചിരിക്കുന്നു, അവരുടെ പവർ റാങ്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങാം. അതിനുശേഷം നമുക്ക് ആ റാങ്കിംഗ് ഓർഡർ നോക്കാം. ആൻഡ് എനിക്ക് ഒരു കാര്യം അഷ്യൂർ ചെയ്യാൻ സാധിക്കും, ഈ വീഡിയോ ഫുൾ ആയി കണ്ടാൽ വൺ പീസ് വേൾഡിലെ മറൈൻസിനെ കുറിച്ചൊരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എനിക്ക് ലഭിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 90% ഓഫ് ക്ലാരിറ്റി എങ്കിലും കിട്ടും. സോ വാച്ച് ദ വീഡിയോ കെയർഫുള്ളി ടിൽ ദ എൻഡ്. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മെയിൻ പോയിന്റ് നഷ്ടമായേക്കാം, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. സോ വൺ പീസ് വേൾഡിലെ മോസ്റ്റ് പവർഫുൾ മിലിറ്ററി ഓർഗനൈസേഷനിൽ ഒന്നാണ് മറൈൻസ്. വേൾഡ് ഗവൺമെന്റിന്റെ കീഴിൽ ഒരു പ്രൈമറി ഫോഴ്സ് ആയി ജസ്റ്റിസ് നിലനാട്ടുക എന്ന ഐഡിയോളസത്തോടു കൂടി വർക്ക് ചെയ്യുന്നവരാണിവർ. വൺ പീസ് വേൾഡ് നോക്കുകയാണെങ്കിൽ 80% കടലാണ്. ആയതിനാൽ തന്നെ ക്രൈം റേറ്റ്സ് കൂടുതൽ നടക്കുന്നതും ഇതേ കടലിലാണ്. സോ കടലിൽ അക്രമം നടത്തുന്ന പൈററ്റ്സിനെയും അക്രമം നടത്താത്ത പൈററ്റ്സിനെയും ക്യാപ്ചർ ചെയ്യുക, അവരെ ലോയുടെ കീഴിൽ കൊണ്ടുവരിക, അതേപോലെ മെയിൻറ്റെയിനിങ് ഓർഡർ അക്രോസ് സീസ് തുടങ്ങിയവയെല്ലാമാണ് അവരുടെ മെയിൻ ഗോൾസ് ആയി പറയുന്നത്. സോ ഇതെല്ലാം വെച്ച് മറൈൻസ് നല്ലവരാണല്ലോ, പൈററ്റ്സിനെ ഇല്ലാതാക്കി വൺ പീസ് വേൾഡിൽ പീസ് കൊണ്ടുവരാനല്ലേ ഇവർ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല. മറൈൻസിൽ നല്ലവരുമുണ്ട്, നല്ലവരായി അഭിനയിക്കുന്നവരുമുണ്ട്, നല്ലവരല്ലാത്തവരുമുണ്ട്. ബേസിക്കലി പറഞ്ഞാൽ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മറൈൻസിൽ 95% ആൾക്കാരും വേൾഡ് ഗവൺമെന്റിന്റെ പപ്പറ്റ്സ് ആണ്. ആക്ച്വലി വേൾഡ് ഗവൺമെന്റിന്റെ അല്ല, മറ്റൊരു അദർശ ശക്തിയുടെ ലൈക്ക് ഇലുമിനാറ്റി. എന്താണ് ബ്രോ ഈ പറയുന്നത്, വൺ പീസ് വേൾഡിൽ ഇലുമിനാറ്റിയോ എന്ന് ചോദിച്ചാൽ യെസ്, ഇലുമിനാറ്റി തന്നെ. ബേസിക്കലി ഈ പറഞ്ഞ 95% മറൈൻസും വിശ്വസിച്ചിരിക്കുന്നത്, ആക്ച്വലി മറൈൻസ് മാത്രമല്ല വൺ പീസ് വേൾഡിലെ പാവപ്പെട്ട ജനങ്ങൾ മൊത്തം വിശ്വസിച്ചിരിക്കുന്നത്, മറൈൻസിനെ കൺട്രോൾ ചെയ്യുന്നതും അവർക്ക് മേലെ എല്ലാ അധികാരവും ഉള്ളത് ഫ്ലീറ്റ് അഡ്മിറൽ പോർഷൻ ഇരിക്കുന്ന വ്യക്തി ആരാണോ അയാൾക്കാണ് ഈ സുപ്രീം പവേഴ്സ് എല്ലാം ഉള്ളത് എന്നായിരുന്നു. ബേസിക്കലി പറഞ്ഞാൽ ഈ വ്യക്തിയുടെ മുഖമായിരിക്കും വേൾഡ് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ബട്ട് സത്യം എന്തെന്നാൽ അതങ്ങനെയല്ല. ഈ ഫ്ലീറ്റ് അഡ്മിറലിന്റെ മറവിൽ 5 എൽഡേഴ്സ് ഉണ്ട് എന്നും എംടി ത്രോണിൽ സിറ്റ് ചെയ്തിരിക്കുന്ന ഇമുവിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചോ ഇവരൊക്കെയാണ് ഈ ലോകം ഭരിക്കുന്നത് എന്ന് വൺ പീസ് വേൾഡിലെ ജനങ്ങൾക്കോ ആദ്യം പറഞ്ഞ പോലെ 95% ഓഫ് മറൈൻസിനോ അറിയത്തില്ല. സോ ഇറ്റ് ഈസ് ദ ഇലുമിനാറ്റി. ഈ 5 എൽഡേഴ്സിനും അവർക്ക് മേലുള്ള ഇമുവുമാണ് ഈ വൺ പീസ് വേൾഡിൽ എന്തൊക്കെ നടക്കണം, എന്തൊക്കെ നടക്കാൻ പാടില്ല, ആര് ഭരിക്കണം, ആര് ഭരിക്കാൻ പാടില്ല, വൺ പീസ് വേൾഡിലെ ജനങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് പോലും തീരുമാനിക്കുന്ന ഇവരാണ്. ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഇവർ ഉപയോഗിക്കുന്ന കരുക്കൾ മാത്രമാണ് മറൈൻസ് എന്ന് പറയാം. മറൈൻസ് എന്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പോലും അവർക്കറിയില്ല. മറൈൻസിന് നൽകുന്ന ഓർഡർ അവർ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രമാത്രം. ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കിസാരി പറഞ്ഞിരുന്നു ഐ ആം ജസ്റ്റ് എ പപ്പറ്റ് എന്ന്. അഡ്മിറൽ ലെവലിലുള്ള കിസാരി വരെ പപ്പറ്റ് ആണ് എങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയുകയേ വേണ്ട. വൺ പീസ് വേൾഡിൽ മാത്രമല്ല നമ്മുടെ വേൾഡിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ, നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ബട്ട് ഇലുമിനാറ്റി എന്ന കോൺസെപ്റ്റിനെ ആനിമയിലൂടെയും കാണിച്ചു തന്ന ഓഡ, യു ആർ ഗ്രേറ്റ്. ആക്ച്വലി ഓഡ മാത്രമല്ല, നറൂട്ടോ ക്രിയേറ്ററായ കിഷിമോട്ടോയും ഈ ഇലുമിനാറ്റിയുടെ ഒരു ബേസ് ഫോം നറൂട്ടോയിലും ഹിന്ദി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ എന്ന ഹിഡൻ ഓർഗനൈസേഷൻ കാണിച്ചുകൊണ്ടായിരുന്നു അത്. എനിവേ, ഇനി നമുക്ക് മറൈൻസിന്റെ വർക്കിംഗ് ഓർഡർ നോക്കിയാൽ 17 സ്റ്റേജസ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ ചോർ ബോയ്, സീമൻ റിക്യൂർട്ട്, സീമൻ അപ്രന്റീസ്, സീമൻ ഫസ്റ്റ് ക്ലാസ്, പെറ്റി ഓഫീസർ, ചീഫ് പെറ്റി ഓഫീസർ, ഇവരെല്ലാം ഭരിക്കാനായിട്ട് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ, അയാൾക്ക് നിർദ്ദേശം നൽകാനായിട്ട് വാറന്റ് ഓഫീസർ, അതിനും മേലെ ലിറ്റേണന്റ് ജൂനിയർ ഗ്രേഡ്, അതിനുശേഷം ലിറ്റേണന്റ് കമാൻഡർ, അതിനുശേഷം ക്യാപ്റ്റൻ, കമാൻഡർ, റിയർ അഡ്മിറൽ, വൈസ് അഡ്മിറൽ, അഡ്മിറൽ, ഫ്ലീറ്റ് അഡ്മിറൽ. പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇങ്ങനൊന്നും പഠിച്ചിട്ടില്ല ഗൈസ്. എനിവേ, ഇവരുടെ വിഭാഗത്തിൽ തന്നെ CP0, CP9 പോലുള്ള സീക്രട്ട് ഏജൻസീസും സ്പൈ വർക്കിംഗ് ഇന്റലിജന്റ് ടീംസും ഉണ്ട്. ബട്ട് സോഡ് പോലുള്ള ഇൻഡിപെൻഡന്റ് മറൈൻ വിഭാഗം ഇതിൽ പെടില്ല. ഇതിലാണ് നമ്മുടെ ഗാർപ്പും കോബിയും ഒക്കെ ഉള്ളത്. സോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് തിരിച്ചു വരാം. യെസ്, ടോപ്പ് 10 പവർഫുൾ മറൈൻസ് ഇൻ ദ വൺ പീസ് വേൾഡ്. അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. സോ എന്റെ എഫേർട്ടിനെ മാനിച്ചെങ്കിലും സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓൾസോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടെ തരിക. നിങ്ങൾ ആനിമ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ കൂടെ ചെയ്തേക്കുക. ആൻഡ് ഞാൻ മൂവീസിലുള്ള മറൈൻ ക്യാരക്ടേഴ്സിനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സീരീസിനെ മാത്രം ഫോളോ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഈ ലിസ്റ്റിലുള്ളൂ. ആൻഡ് ഒന്നും കൂടെ പറയുന്നു, ഞാൻ ഇവരെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മറൈൻ പവർ സിസ്റ്റം ബേസിലാണ്. അതായത് ഹാക്കി, ഡെവിൾ ഫ്രൂട്ട്സ്, മോർ ഇമ്പോർട്ടന്റ്ലി റോക്കുഷിക്കി. ആൻഡ് എന്താണ് റോക്കുഷിക്കി എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് 6 പവേഴ്സ് ആണ്. ലൈക്ക് സോരു അഥവാ സൂപ്പർ സ്പീഡ്, ഗേപ്പോ അഥവാ സ്കൈ വാക്കിംഗ്, ടെക്കായി അഥവാ അയൺ ബോഡി, ഷീഗൻ അഥവാ ഫിംഗർ ഗണ്ണ്, റെങ്കിക്യു അഥവാ എയർ ബ്ലേഡ് കിക്സ്, കാമി അഥവാ പേപ്പർ ബോഡി. ഇതെല്ലാം CP0 മെമ്പേഴ്സ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും പവർഫുൾ ആയിരിക്കുന്ന മറൈൻസും ഇത് മാസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ അങ്ങനെ നോക്കിയാൽ 10th
പ്ലേസിലുള്ളത് നമ്മുടെ റൈസിംഗ് സ്റ്റാർ കോബിയാണ്. കറന്റ് കോബിയുടെ പവേഴ്സ് വെച്ച് ഈ 10th പ്ലേസിൽ നിന്നും ഹയർ റാങ്കിലോട്ട് ലെവലപ്പ് ആകാൻ അധിക സമയം കോബിക്കിന് വേണ്ടി വരില്ല. ആൻഡ് കോബിയെ കുറിച്ച് ഇങ്ങനെ ചെറുതായി പറയാൻ ആഗ്രഹിക്കുന്നുമില്ല, ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഒരു 10 കമന്റ്സ് കോബിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ താഴെ കണ്ടാൽ നെക്സ്റ്റ് ഡേ തന്നെ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇഫ് യു വാണ്ട് ദാറ്റ് വീഡിയോ ദെൻ ഇൻഫോം മീ ഫ്രം ദ കമന്റ് സെക്ഷൻ. സോ 9th പ്ലേസിലുള്ളത് എന്റെ ഫേവറേറ്റ് മറൈൻ ആണ് സ്മോക്കർ ദ കറന്റ് വൈസ് അഡ്മിറൽ. നമ്മുടെ ഗാർപ്പിന്റെ അടുത്ത് നിന്നാണ് സ്മോക്കറും ട്രെയിൻഡ് ആയിട്ടുള്ളത്. ആൻഡ് നല്ലൊരു പെർഫെക്റ്റ് മറൈന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്മോക്കറാണ്. അദ്ദേഹം എത്രമാത്രം സ്ട്രോങ്സ്റ്റ് ആണോ അത്രയും തന്നെ കൈൻഡസ്റ്റുമാണ്. ലോക്ക്ഡൌൺ ആർക്കിൽ സ്മോക്കറിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ന് പറയാം. ആൻഡ് സ്മോക്കറിന്റെ ഡെൽ ഫുഡ് എന്ന് പറയുന്നത് മോക്കു മോക്കു നോമി അഥവാ സ്മോക്ക് ഫ്രൂട്ട് ആണ്. വളരെ പവർഫുൾ ആയ അതോടൊപ്പം തന്നെ സ്റ്റൈലിഷ് ആയ പവർ കൂടെയാണിത്. ആൻഡ് അതേപോലെ സ്മോക്കർ ഒരു ഹൈ ലെവൽ ഹാക്കി ഹോൾഡർ കൂടെയാണ്. അറവമൻ ഹാക്കി ആൻഡ് ഒബ്സർവേഷൻ ഹാക്കി സ്റ്റിൽ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പവർഫുൾ ക്യാരക്ടർ ആണ് ഇദ്ദേഹം. ആൻഡ് ഇനി സ്മോക്കർ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആൻഡ് 8th പ്ലേസിലുള്ളത് ടുസാരിയോ ആണ്. വൺ പീസ് വേൾഡിലെ മറൈൻസിന്റെ സൈഡിലെ ഗ്രേറ്റസ്റ്റ് ടാക്ടീഷ്യൻ എന്ന് പറയുന്നത് ഈ ടുസാരിയോ ആണ്. ടുസാരിന്റെ ഡെൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് വോഷു നോമിയാണ്. തന്റെ എനിമീസിനെ ഈ പവേഴ്സ് ഉപയോഗിച്ച് ടുസാരിന് വേണമെങ്കിൽ അലക്കി വിരിച്ചിടാം. ആൻഡ് പ്രധാനപ്പെട്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഈ ലിസ്റ്റിലെ ഏക ലേഡി ക്യാരക്ടർ എന്ന് പറയുന്നതും ഇതേ ടുസാരി തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക, വൺ പീസ് വേൾഡിലെ ടോപ്പ് 10 മറൈൻസിന്റെ റാങ്കിംഗ് ലിസ്റ്റിൽ ഒരേ ഒരു ലേഡി ക്യാരക്ടർ. അപ്പോൾ എത്രമാത്രം പവർ ഉണ്ടായിരിക്കും ഈ ക്യാരക്ടറിന് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് ആൻ ലേഡി ഫ്രം ദ വൺ പീസ് വേൾഡ്. ആൻഡ് അതേപോലെ തന്നെ വൺ പീസ് വേൾഡിലെ മറൈൻസിനെല്ലാം തന്നെ ടുസാരിനെ ഒരു വെൽ റെസ്പെക്ടഡ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഗ്യാർപ്പിന്റെയും സെങ്കോക്കുവിന്റെയും ബിഗിനിങ് സ്റ്റേജ് മുതൽ ഒരു ബെസ്റ്റ് കമ്പാനിയൻ മെമ്പർ ആയിട്ട് അവരുടെ കൂടെ തന്നെ അപ്ഗ്രേഡഡ് ആയിട്ട് വന്ന ഒരു ക്യാരക്ടറാണ് ടുസാരു. ആൻഡ് സോ മെനി ലെജൻഡറിക് ഈവന്റ്സിലും ഗ്യാപ്പിന്റെ ഒപ്പം ടുസാരു ഉണ്ടായിരുന്നു. അതേപോലെ 7th പ്ലേസിലുള്ളത് ഗ്രീൻ ബുള്ളാണ്. ആൻഡ് ഹീസ് ആൻ അഡ്മിറൽ നൗ. ഇദ്ദേഹത്തിന്റെ ഡെൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് മോരി നോമിയാണ്. വളരെ സ്ട്രോങ്കസ്റ്റ് പവേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗ്രീൻ ബുൾ എന്ന് പറയാം. ഇദ്ദേഹത്തിന്റെ ഡെൽ ഫ്രൂട്ട് പവേഴ്സ് ഉപയോഗിച്ച് നേച്ചറിനെ വരെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഗ്രീൻ ബുള്ളിനുണ്ട്. ആൻഡ് റീജനറേഷൻ പവേഴ്സിന്റെ കാര്യം പറയുകയേ വേണ്ട. ഈ ഒരൊറ്റ കാര്യം മതി ഗ്രീൻ ബുള്ളിന്റെ പവർ ലെവൽ എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. ആൻഡ് ഹാക്കി മാസ്റ്ററിയിലും ഗ്രീൻ ബുള്ള് ടോപ്പ് ലെവൽ തന്നെയാണ്. അതേപോലെ മറൈൻസിന്റെ അടുത്ത് വേൾഡ് ഗവൺമെന്റിനോട് ഏറ്റവും കൂടുതൽ ലോയൽ ആയിട്ടുള്ളവരിൽ ഗ്രീൻ ബുള്ളാണ് മുൻപിൽ. ആൻഡ് 6th പ്ലേസിലുള്ളത് ഫ്യൂജിറ്റോറിയാണ്. ഹി ഈസ് ഓൾസോ എ അഡ്മിറൽ. ഇദ്ദേഹത്തിന്റെ ഡെൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് സൂഷി നോമിയാണ്. ആൻഡ് ഈ ഡെൽ ഫ്രൂട്ട് പവേഴ്സ് വെച്ച് ഇദ്ദേഹത്തിന് ഗ്രാവിറ്റിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബ്ലൈൻഡ് ആണ് എന്ന് കരുതി പവർ കുറഞ്ഞ ക്യാരക്ടർ ആണ് എന്ന് കരുതുക വേണ്ട. ഒബ്സർവേഷൻ ഹാക്കി മാസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരു വൺ പീസ് ഡെയർ ഡെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം. ആൻഡ് ഫ്യൂജിറ്റേറിയും ഒരു മോറൽ ജസ്റ്റിസ് ഫൈറ്റർ ആണ്. മറൈൻസിൽ ഈ കാറ്റഗറി വളരെ കുറവാണ്. സ്മോക്കർ, ഗാർപ്പ്, സെങ്കോക്കു, കോബി ആൻഡ് ടീമൊക്കെയാണ് മറ്റ് മോറൽ ജസ്റ്റിസ് ഫൈറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇനി പറയാൻ പോകുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, കാരണം ഒരു 10 തവണയെങ്കിലും ഇവരുടെ പവേഴ്സിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അവരുടെ നെയിം ആൻഡ് റാങ്ക് മാത്രം പറയുന്നു, കൂടെ ഡെൽ ഫുഡ് നെയിം കൂടെ മെൻഷൻ ചെയ്തേക്കാം. 5ാം സ്ഥാനത്തുള്ളത് കിസാരു ആണ്. പീക്ക നോമി എന്നാണ് ഇദ്ദേഹത്തിന്റെ ഡെൽ ഫുഡ് നെയിം. 4ാം സ്ഥാനത്തുള്ളത് അക്കോജി. ഇങ്ങേരുടെ ഡെൽ ഫുഡ് നെയിം എന്ന് പറയുന്നത് ഐസ് ഫ്രൂട്ട് ആണ്. ആൻഡ് അക്കോജിയും ഒരിക്കലും ഒരു മോറൽ ജസ്റ്റിസ് ഫൈറ്റർ ആയിരുന്നു. ബട്ട് കറന്റ്ലി നമുക്ക് അങ്ങേരെ ഇനി അങ്ങനെ വിളിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണെന്ന്. അതേപോലെ 3ാം സ്ഥാനത്തുള്ളത് അക്കേനു ആണ്. ആൻഡ് ഹി ഈസ് ദ കറന്റ് ഫ്ലീറ്റ് അഡ്മിറൽ. മാഗു നോമി എന്നാണ് അക്കേനുവിന്റെ ഡെൽ ഫുഡ് നെയിം. ആൻഡ് ലൂഫിയുടെ മെയിൻ ഒപ്പോണന്റ് ആയിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് അക്കേനുവിനെയാണ്, കാരണം എയ്സിന്റെ ഡെത്ത് തന്നെയാണ്. സോ എയ്സിനെ ഇല്ലാണ്ടാക്കിയ അക്കേനുവിനോട് ടോട്ടൽ വൺ പീസ് ഫാൻസിനും ഒരു ദേഷ്യം അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന് ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം. ആൻഡ് 2ാം സ്ഥാനത്തുള്ളത് സെങ്കോക്കു ദ ഗോൾഡൻ ബുദ്ധയാണ്. ഇദ്ദേഹത്തിന്റെ ഡെൽ ഫുഡ് എന്ന് പറയുന്നത് ഹീറ്റോ നോമിയാണ്. സ്ട്രോങ്കസ്റ്റ് മറൈൻസിൽ 2ാം സ്ഥാനത്തുണ്ടായിട്ടും മറൈൻ ഫോർട്ടിൽ മാത്രമേ ഈ ഒരു ക്യാരക്ടറിന്റെ 100 പൊട്ടൻഷ്യൽ കാണാൻ സാധിച്ചുള്ളൂ. ഗ്യാപ്പിനൊപ്പം എല്ലാ ലെജൻഡറി ഫൈറ്റിലും സെങ്കോക്കു ഉണ്ടായിരുന്നു. ഐ മീൻ എല്ലാ ഫൈറ്റിലും ഇല്ല, ചിലതൊക്കെ മിസ് ആയിട്ടുണ്ട്. ആൻഡ് ഗ്യാപ്പിനെ പോലെ ഒരു സ്ട്രോങ്കസ്റ്റ് ബീസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സെങ്കുക്കിനല്ലാതെ മറ്റാർക്കും തന്നെ സാധിക്കില്ല. ആൻഡ് സെങ്കുക്ക് ഒരു മോറൽ ജസ്റ്റിസ് പ്ലസ് കംപ്ലീറ്റ് ജസ്റ്റിസ് ഐഡിയോളജി പിന്തുടരുന്ന വ്യക്തിയാണ്. ഫ്യൂച്ചർ ഇവന്റ്സിൽ സെങ്കുക്കിന്റെ ആക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. റീസൺ ഗ്യാപ്പ് തന്നെയാണ്. ആൻഡ് ടോപ്പ് 1ലുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ദ ലെജൻഡറി വൺ ഫ്രം ദ വൺ പീസ് മങ്കി ഡി ഗാർപ്പ്. ഹാക്കി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ടോപ്പ് 1ൽ എത്തുക എന്നത് അത്ര സാധാരണ കാര്യമൊന്നുമല്ല. വൈറ്റ് ബീഡിന് ശേഷം ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, ആ ലിസ്റ്റിൽ ഗ്യാർപ്പുമുണ്ട്. കാരണം കോബിനെ രക്ഷിക്കാൻ പോയ ആ സീനൊക്കെ 1 മിനിറ്റത്തേക്കെങ്കിലും എനിക്ക് മറൈൻ ഫോർഡ് ഓർമ്മ വരുത്തി. ആൻഡ് ഇദ്ദേഹത്തിന്റെ പവേഴ്സിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, കാരണം അതിന് ഈ വീഡിയോ മതിയാവാതെ വരും. ആൻഡ് ഈ ലിസ്റ്റിൽ ഡെൽ ഫ്രൂട്ട് പവേഴ്സ് ഇല്ലാത്ത 2 പേർ മാത്രമേ ഉള്ളൂ, അത് കോബി ആൻഡ് ഗാർപ്പാണ്. സ്റ്റിൽ അവർ ടോപ്പ് 10ലുണ്ട്. അതിൽ ഒരാൾ 10th പൊസിഷനിലും മറ്റൊരാൾ 1st പൊസിഷനിലും. ആൻഡ് അതേപോലെ അക്കോജി ഈസ് എ നോട്ട് എ മറൈൻ എനിമോർ. ബട്ട് ഈ വീഡിയോയിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തണ്ട എന്ന് ഞാൻ കരുതിയതാണ്. അക്കോജി ഇല്ലായിരുന്നെങ്കിൽ അക്കോജിക്ക് പകരം ഞാൻ മറ്റൊരു ക്യാരക്ടറിനെ ഉൾപ്പെടുത്തിയേനെ. ആക്ച്വലി 2 പേരെ, ബട്ട് അക്കോജിയുടെ സെയിം പൊസിഷൻ ആയിരിക്കില്ല. ബട്ട് അവർ 2 പേരും ടോപ്പ് 10ൽ വരാൻ അർഹതയുള്ളവർ തന്നെയാണ്. അതിലൊന്ന് എസ് ഡ്രേക്ക് ആണ്. ഈ ഒരു ക്യാരക്ടർ 10th പ്ലേസിൽ വന്നേനെ അക്കോജി ഈ ലിസ്റ്റിൽ ഇല്ലായിരുന്നെങ്കിൽ. അതേപോലെ അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ഫിഗർ ആണ്. നമ്മുടെ ഗ്യാർപ്പിന്റെ റൈറ്റ് ഹാൻഡ് മാൻ. കോബിനെ തന്റെ ഏർലി സ്റ്റേജിൽ ട്രെയിൻ ചെയ്തതും ഈ ക്യാരക്ടർ തന്നെയാണ്. അത് മാറ്റമല്ല, ദ വൺ ആൻഡ് ഓൺലി ബോഗാർഡ്. വളരെ പവർഫുൾ ഒരു ക്യാരക്ടർ ആണ് എന്ന് പലരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഹി ഈസ് എൻ അണ്ടർ റേറ്റഡ് ക്യാരക്ടർ. സോ ബോഗാർഡ് ഈ ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾ
ഏത് റാങ്കിങ് പൊസിഷൻ കൊടുക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. കോബിയുടെ വീഡിയോ വേണമെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്തേക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ. ബൈ.